ഞാൻ ജോസ് ഫിലിപ്പ്, ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 31 വരെ മാസ്ക് ധരിക്കണമെന്നുള്ള നിയമം നാളെ പുറത്തിറങ്ങുമെന്ന് ഇറ്റാലിയൻ ആരോഗ്യമന്ത്രി സ്പെരാൻസെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നൈറ്റ് ക്ലബ്ബുകൾ തുറക്കുന്ന കാര്യം ഇനിയും പറയാൻ സാധിക്കത്തില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറ്റലിയിലെ പുതിയ രോഗികളുടെ എണ്ണത്തിൽ കൂടുതൽ കാണിക്കുന്നു. പല സ്ഥലങ്ങളിലും രോഗബാധിത കൂടി വരുന്നു എന്നതുകൊണ്ട് പരമാവധി ശ്രദ്ധ കാണിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബിൽഗേറ്റ്സിൻ്റെ ഒരു പ്രസ്താവന വളരെ പ്രാധാന്യമേറിയതാണ്. ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിക്ക് ലോകം മുഴുവൻ വാക്സിൻ തയ്യാറാക്കാൻ കഴിയുമെന്ന് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. കാരണം ലോകം മുഴുവൻ വാക്സിനേഷൻ നൽകണമെങ്കിൽ എത്രമാത്രം വാക്സിൻ സൃഷ്ടിക്കണം? എന്തുകൊണ്ടാണ് ബിൽഗേറ്റ്സ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജോൺ മാത്യു ആണ്. വെൽക്കം ഡോക്ടർ ജോൺ മാത്യു. എന്തുകൊണ്ടാണ് ബിൽഗേറ്റ്സ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? അതായത് ഇന്ത്യയിലെ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇനോർമസ് കപ്പാസിറ്റി ഉണ്ട് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി പൂനെയിലുണ്ട്. അതായത് സൈറസ് പൂനാവാല എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ഓൺ ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനി മാത്രം ഒരു കൊല്ലം 1.5 ബില്യൺ, അതായത് ബില്യൺ ആണ് നമ്മൾ പറയുന്നത്, അത്രയും 150 കോടി വാക്സിൻ ഡോസുകൾ ഒരു കൊല്ലം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കമ്പനിയും ഇപ്പൊ ആസ്ട്രാസെനക്ക ഓക്സ്ഫോർഡുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്ന കോവിഡ് വാക്സിനില് അവരുമായിട്ട് ഓൾറെഡി ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡീലിന് സൈൻ ചെയ്തതനുസരിച്ച് ഈ വാക്സിൻ സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവര് 1 ബില്യൺ വാക്സിൻ പെർ ഇയർ ലോകത്തിലുള്ള എല്ലാവർക്കും, മീൻസ് ഡെവലപ്മെന്റ് കൺട്രീസുകളിലെല്ലാം അവർ സപ്ലൈ ചെയ്യുമെന്നാണ് ആ ഡീലിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇപ്പം ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി ഉണ്ട്. ധാരാളം കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ നിന്നായിരിക്കും ലോകത്തിന് മുഴുവൻ വാക്സിൻ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകത്തിലൊരു മജോറിറ്റി രാജ്യങ്ങളിലും ആൾക്കാരിലും വാക്സിൻ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് ബിൽഗേറ്റ്സ് അഭിപ്രായപ്പെടുന്നത്. കാരണം ഓൾറെഡി എഗ്രിമെന്റുകൾ വരെ സൈൻ ചെയ്തു കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ ജോൺ മാത്യു, അങ്ങയുടെ വിവരങ്ങൾക്കും വിശദമായ മറുപടിക്കും. ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 ബെയ്റൂട്ടിൽ 5. ബെയ്റൂട്ട് ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന ഇരട്ട സ്ഫോടനത്തിൻ്റെ ആഘാതത്തിലാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 135 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് വിദേശ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. 4000-ലധികം പേർ പരിക്കിൻ്റെ പിടിയിലാണ്. ഇവരിൽ പലരുടെയും നില മോശമായതിനാൽ മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്തെ വീടുകളും സ്ഥാപനങ്ങളും പരിപൂർണം നശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ഇതര സ്ഫോടനങ്ങളിലൊന്നാണ് ബെയ്റൂട്ടിൽ സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഹിരോഷിമയ്ക്ക് സമാനമായ ദേശീയ ദുരന്തം എന്നാണ് ബെയ്റൂട്ട് സംഭവത്തെ ഗവർണർ മാർവൻ അബൂദ് വിശേഷിപ്പിച്ചത്. സ്ഫോടനത്തിൻ്റെ ആഘാതമാണ് ഇത്തരമൊരു വിലയിരുത്തലിന് കാരണമായത്. ബെയ്റൂട്ട് സ്ഫോടനത്തിൻ്റെ കാരണമായതെന്ന് സർക്കാർ വ്യക്തമാക്കിയ അമോണിയ നൈട്രേറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച വസ്തുക്കളിലൊന്നാണ്. അതിവേഗം ജ്വലിച്ച് പൊട്ടിത്തെറിക്കാനുള്ള കഴിവുണ്ട്. ഇവർ സ്ഫോടനത്തിന് കാരണമാകുമ്പോൾ ശക്തമായ തീയും പുകയും ഉണ്ടാകും. പൊട്ടിത്തെറിയുടെ ആഘാതം തീവ്രമായിരിക്കും. ഒരു പ്രദേശം തന്നെ ഇല്ലാതാകാം. അത് തന്നെയാണ് ബെയ്റൂട്ടിലും സംഭവിച്ചത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ കടുത്ത മഴ. അടുത്ത ദിവസങ്ങളിൽ അതീവ തീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും അതീവ ജാഗ്രത പാലിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷം പുഴ കരകവിഞ്ഞൊഴുകിയതുകൊണ്ട് പല വീടുകളിലും വെള്ളം കയറിയിരുന്നു. ആയതിനാൽ തദ്ദേശവാസികൾ ഈ വർഷവും വെള്ളം കയറുമെന്ന പേടിയിൽ കഴിയുന്നു. മഴ മുഖാന്തരം മലയോര ഹൈവേയുടെ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ജനജീവിതം ബുദ്ധിമുട്ടിൽ മാസങ്ങളായി മുന്നേറുന്നു. മലയോര മേഖലകളിലേക്കുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വൈകിട്ട് 7 മുതൽ പകൽ 7 വരെയുള്ള സമയത്തുള്ള മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. പയ്യാവൂർ പ്രാന്തപ്രദേശങ്ങളിലെ വീഡിയോ അയച്ചു തന്നത് മാർട്ടിൻ പുലിയന്നൂരാണ്.
കോവിഡ് ചെറുപ്പക്കാരിലേക്ക് ഈ പ്രായക്കാർ ശ്രദ്ധിക്കുക, മരണം സംഭവിക്കാമെന്ന് WHO. COVID-19 കേസുകൾ യുവാക്കളിലേക്ക് വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ 5 മാസത്തെ കോവിഡ് കേസുകൾ പരിശോധിക്കുമ്പോൾ രോഗബാധിതരാകുന്ന യുവാക്കളുടെ എണ്ണം കൂടുതലാണ്. യുവാക്കളിലെ രോഗബാധയുടെ വർധന 3 മടങ്ങാണെന്ന് അധികൃതർ വ്യക്തമാക്കി. 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 4.5% കോവിഡ് വ്യാപനത്തിൻ്റെ തോത്. എന്നാൽ മാസങ്ങളുടെ ഇടവേളയിൽ ഈ കണക്കിൽ മാറ്റം വന്നു. രോഗബാധിതരാകുന്ന യുവാക്കളുടെ തോത് 15%-ലെത്തി. യുവാക്കളിലും കോവിഡ് കേസുകൾ അധികമായി ഉണ്ടാകാമെന്ന്, അതിന് നിരവധി കാരണങ്ങളുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കളിൽ കോവിഡ് ബാധ വർദ്ധിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. തങ്ങൾക്ക് രോഗബാധ ഉണ്ടാകില്ലെന്ന തെറ്റായ വിചാരമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. സാമൂഹിക അകലം പാലിക്കാത്തതും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നതും തിരിച്ചടിയാകുന്നു. ആളുകളുമായി സമ്പർക്കം പുലർത്താൻ ഇവർ അതിയായ താല്പര്യം കാണിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവരും നിരവധിയാണ്. പല രാജ്യങ്ങളും കോവിഡിൻ്റെ 2ാം വരവിൻ്റെ സൂചനകളിൽ ആശങ്കപ്പെട്ടിരിക്കുന്നു. സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. കേരളത്തിൽ ഇന്ന് 1298 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 800 പേർക്ക് രോഗമുക്തി, 1017 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 76 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക് പോകാം. ഇപ്പോൾ രോഗവ്യാപന ഘട്ടമാണ്. ആദ്യഘട്ടത്തിലുണ്ടായ ദൗത്യ രീതിയല്ല ഈ രോഗവ്യാപന ഘട്ടത്തിൽ. ഇപ്പോൾ രോഗികളുടെ എണ്ണം കൂടുകയാണ്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരും കൂടുകയാണ്. പ്രൈമറി കോണ്ടാക്റ്റുകളുടെ എണ്ണം കൂടി. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, അവരുടെ എണ്ണവും കൂടി. കോണ്ടാക്ട് ട്രേസിംഗ് കൂടുതൽ വിപുലമായി മാറി. നമ്മുടെ നാട്ടിൽ CFLTCകൾ സ്ഥാപിച്ചതോടെ ആ രംഗത്തും പുതുതായി ശ്രദ്ധിക്കേണ്ടി വരുന്നു. മൊബൈൽ യൂണിറ്റുകൾ കൂടുതലായി. ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരം ഗണ്യമായി വർദ്ധിപ്പിച്ചു. വീടുകളിൽ ചികിത്സക്കുള്ള സംവിധാനം ഒരുക്കുമ്പോൾ വീണ്ടും ജോലിഭാരം വർദ്ധിക്കുകയാണുണ്ടാവുക. അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കൂടുതൽ സഹായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമ്പർക്കം കണ്ടെത്തുന്നതിന് സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കുക. ഇതേറ്റവും ഒഴിച്ചുകൂടാത്തതാണ്. അപ്പോൾ നേരത്തെ ആരോഗ്യ പ്രവർത്തകർ വിശ്രമരഹിതമായി ജോലി ചെയ്തു വരുന്നു. ഇപ്പോഴുള്ള അനുഭവം വലിയ തോതിൽ രോഗവ്യാപനം വരുന്നു. ആ സാഹചര്യത്തിൽ പോലീസിനെ കൂടി ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ്. പോലീസ് എല്ലാവർക്കും മനസ്സിലാവും, ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട ജോലിയല്ല പോലീസ് ചെയ്യുക. ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട ജോലിയൊക്കെ ആരോഗ്യ പ്രവർത്തകർ തന്നെ ചെയ്യും. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ജോലി എന്തോ പോലീസിന് കൈമാറുന്നു എന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. അതേസമയം പോലീസിന് അധിക ജോലി ഏൽപ്പിക്കുന്നുണ്ട്. അത് ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സംവിധാനത്തെയും വലിയ തോതിൽ ഇടപെട്ട് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു തീരുമാനം തെറ്റിദ്ധാരണ സൃഷ്ടിക്കും വിധം
പ്രചരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ഇന്നത്തെ വാർത്തയിൽ വേറൊരു ഭൂഖണ്ഡത്തിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി വാർത്തകളുമായി ക്യൂൻസ്ലാൻഡിൽ നിന്നും ആൽബർട്ട് ജെറോമാണ് ചേരുന്നത്. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഭാഗമായി തീരുകയാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതവും നന്ദിയും രേഖപ്പെടുത്തുന്നു. അനിയന്ത്രിതമായ കോവിഡ് ബാധിതരുടെ എണ്ണം നിയന്ത്രിക്കുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ വിവിധ നിയന്ത്രണങ്ങൾ ശക്തമാക്കി തുടങ്ങി. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധന. ഇതുവരെയുള്ളതിൽ ഏറ്റവും അധികമായി ഇന്ന് പുതുതായി 725 രോഗികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ന് മാത്രം 15 പേർ മരണപ്പെട്ടു. ഈ സാഹചര്യത്തിൽ മെൽബൺ ഉൾപ്പെടുന്ന വിക്ടോറിയ സംസ്ഥാനത്ത് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഭാഗമായി എല്ലാ നോൺ എസൻഷ്യൽ സർവീസുകളും നിർത്തിവെച്ചു. എസൻഷ്യൽ വർക്കേഴ്സിന് സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയേ ജോലിക്കായി യാത്ര ചെയ്യാനാവൂ. അല്ലാത്തവർക്ക് 5000 മുതൽ 25000 വരെ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ പിഴ ഈടാക്കുന്നതായിരിക്കും. വൈകുന്നേരം 8നും 5നും ഇടയിൽ ആരും വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശവുമുണ്ട്. ഇതിനിടെ ക്യൂൻസ്ലൻഡ് സംസ്ഥാനവും ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനവും തങ്ങളുടെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. കോവിഡിന്റെ ആദ്യ വരവിനെ ശക്തമായി പ്രതിരോധിച്ച ഓസ്ട്രേലിയ രണ്ടാം വരവിൽ പതറുന്നതായാണ് കാണുന്നത്. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിൽ നിന്നും ആൽബർട്ട് ജെറോം അരേശ്വരിൽ. കോവിഡ് തുടങ്ങിയ സമയം മുതൽ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്തിരുന്നു. പല ഇൻ്റർവ്യൂകൾ, ഡോക്ടേഴ്സ് സംസാരിക്കുന്നു, സാനത്തോറിയ എപ്പിസോഡ്സ് തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളായിരുന്നു. ആ വിഷയങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ വളരാൻ കഴിഞ്ഞത്. സമൂഹത്തിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇനിയുമായി ശൈലിയും പ്രവർത്തന രീതിയും മുൻപോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ സാധാരണക്കാരുടെ സാധാരണ വിഷയങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുമ്പോൾ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ തന്നെ അത് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും പ്രത്യേകം നന്ദി പറയട്ടെ. കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് എഴുതി വീഡിയോഗ്രാഫി ചെയ്ത ഒരു ഗാനം, നിങ്ങളത് വൈറലാക്കി. കനിവിൻ്റെ മാലാഖമാർ എന്ന ഗാനം ആയിരങ്ങളുടെ പ്രശംസകൾ നേടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വ്യൂവേഴ്സിനും എല്ലാ ലൈക്കിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഇനിയും ആ ഗാനങ്ങൾ കേൾക്കാവുന്നതാണ്. നമുക്ക് ആ ഗാനത്തിൻ്റെ ഏതാനും വരികളിലേക്ക് ഒന്ന് പോകാം. പുഞ്ചിരിയോടെൻ്റെ വേദനയിൽ ഓടിയെത്തുന്ന സ്നേഹിതരാണെന്നും അവർ. പുഞ്ചിരിയോടെൻ്റെ വേദനയിൽ ഓടിയെത്തുന്ന സ്നേഹിതരാണെന്നും അവർ. കൂടെ പിറന്നവർ ചാരയില്ല നേരത്ത് എന്നരികിൽ അവർ മാലാഖമാർ. ഭൂമിയിലെ മാലാഖമാർ അവർ, ഭൂമിയിലെ മാലാഖമാർ. വെളിച്ചം പകരുന്ന ദീപനാളങ്ങൾ മഹാമാരിൻ കരങ്ങളാൽ വേർപെടുമ്പോൾ കനിവിൻ്റെ പൂച്ചെണ്ടായി മാറിടുന്നു. കരുതലിൻ കരങ്ങളായി താങ്ങിടുന്നു. ഭൂമിയിലെ മാലാഖമാർ അവർ, ഭൂമിയിലെ മാലാഖമാർ. ഇന്നത്തെ ഞങ്ങളുടെ വാർത്തകളോട് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് നിങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട്, ജോസ് ഫിലിപ്പ്. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ്, exclusive discoveries of the world.